ഇപ്പൊ ലൈവില് അക്ബർ പറഞ്ഞ കാര്യങ്ങൾ എക്സാക്ട് ആയിട്ട് തന്നെ പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് ടു 10K ആണ്. 10,000 ആവാൻ ഇനി ചെറിയ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. സരികയോടാണ് അക്ബർ ഇത് പറഞ്ഞത്. അപ്പാനി ശരത്ത് മാര്യനും ഒക്കെ ഉണ്ട്. ഇവര് നീണ്ട നേരം ഒരു ഡിസ്കഷനിലായിരുന്നു ഗാർഡൻ ഏരിയയിൽ നിന്നുകൊണ്ട്. അപ്പോ ഇവര് 3 പേര് ഇത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അക്ബർ ഇത് പറയുന്ന സമയത്ത് അക്ബർ പറഞ്ഞത് ഇതാണ്: ഞാനത് രാവിലെ അങ്ങനെ പറഞ്ഞത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു തേങ്ങയും ഇല്ല അതില്. എന്നെ ഓമനപ്പേരിട്ട് വിളിച്ചത് പാഷാണത്തിൽ കൃമി എന്നൊക്കെയാണ്. അതൊരു ഓമനപ്പേരൊന്നും അല്ലല്ലോ. അതിൽ ഓമനത്വം തോന്നുന്നുണ്ടെന്നൊന്നും സാരിക ചേച്ചി പറയണ്ട. പിന്നെ ഞാൻ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് പുറത്ത് വെച്ചിട്ടല്ല, ബിഗ് ബോസിനകത്ത് വെച്ചിട്ടാണ്. എന്റെ സ്പേസിൽ നിന്നുകൊണ്ടാണ്. പുറത്ത് വെച്ചിട്ടായിരുന്നെങ്കിൽ അത് മോശമായി പോയെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. ഇത് ഞാനിപ്പോ ബിഗ് ബോസിനകത്ത് വെച്ചിട്ടാണ് വിളിച്ചത്. അത് ഞാൻ പറഞ്ഞത് വളരെ സാർക്കാസ്റ്റിക് ആയിട്ടാണ്. സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ഉണ്ടാക്കുന്ന വേസ്റ്റ് കോണ്ടന്റ് മേക്കർ എന്നുള്ള നിലയ്ക്കാണ് ഞാനത് പറഞ്ഞത് എന്നാണ് അക്ബർ പറയുന്നത്. അക്ബർ ഈ ഒരു പോയിന്റിൽ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വെള്ള പൂശാൻ നോക്കി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. പറഞ്ഞ കാര്യങ്ങള്, ഉപയോഗിച്ച വാക്കുകള്, സാഹചര്യം, സന്ദർഭം, ഇത് 4ഉം വളരെ റോങ് ആയിരുന്നു. ഇതിലെല്ലാം ഉപരി ഒരാവശ്യമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അല്ലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അക്ബർ നിന്നൊരൊറ്റ ദിവസം കൊണ്ട് കിട്ടിയ നെഗറ്റീവ് എന്ത് മാത്രമാണ്. അതിങ്ങനെ പുള്ളി ലൈവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വെള്ള പൂശാൻ ശ്രമിക്കും തോറും നെഗറ്റീവ് വന്നുകൊണ്ടേയിരിക്കും. ഇനി പുള്ളി എന്ത് നല്ല ഗെയിം കാഴ്ചവെച്ചെന്ന് പറഞ്ഞാലും, എന്ത് എന്റർടൈനിങ് കോണ്ടന്റുകൾ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഈ ഒരു വാക്ക് ഒരു തീരാബാധ പോലെ പുള്ളിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പുള്ളി ഇതിനകത്ത് ഉള്ളിടത്തോളം കാലം ജനങ്ങളുടെ ഇടയ്ക്ക് റിവേഴ്സ് സൈക്കോളജി വർക്കൗട്ടായി രേണുസുതിക്ക് വോട്ടുകൾ കത്തിക്കീറുകയും ചെയ്യും. ഇതിനെയാണ് ശരിക്കും ഓഡിയൻസ് ഗെയിം എന്നൊക്കെ പറയുന്നത്. ഓഡിയൻസ് എന്ത് വിചാരിക്കും, ചിന്തിക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് 2 മുഴം മുമ്പേ എറിഞ്ഞ് കളിക്കുന്ന പരിപാടിയാണ് ഓഡിയൻസ് ഗെയിം. ഇങ്ങനെയാണ് പ്രേക്ഷകർക്കിടയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും ഒരൊറ്റ ഡയലോഗ് കൊണ്ട്, ചിലപ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് പോലും ഉണ്ടായി വരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുതിക്ക് സപ്പോർട്ടുമായിട്ട് അക്ബറിന് നല്ല രീതിയിലുള്ള നെഗറ്റീവ് വരുന്നുണ്ട്.